ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് നിംഷ. എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ പിസയാണ്. എല്ലാവർക്കും പിസയൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പമുള്ള രീതിയിൽ ചിക്കൻ പിസ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ പിസ്സ സോസ് തയ്യാറാക്കണമെന്നും കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ടൊമാറ്റോ പ്യൂരി യൂസ് ചെയ്തിട്ടാണ് പിസ്സ സോസ് തയ്യാറാക്കുന്നത്. ടൊമാറ്റോ പ്യൂരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്തിട്ടും പിസ്സ സോസ് തയ്യാറാക്കാൻ പറ്റും. ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയർ തന്നെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിസ്സ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പിസ്സ ഡോ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദ അഥവാ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്, അത് 1.5 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് 3/4 ടേബിൾ സ്പൂൺ വേണം. ഒലീവ് ഓയിലിന് പകരം നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. പക്ഷെ ഒലീവ് ഓയിൽ ചേർക്കുമ്പോഴാണ് ആ ആക്ച്വൽ ടേസ്റ്റ് വരുന്നത്. നമുക്ക് ആദ്യം പിസ്സ ഡോ തയ്യാറാക്കാം, അതിനുശേഷം പിസ്സ സോസ് തയ്യാറാക്കാം. പിന്നെ ഞാൻ ചിക്കൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്യണതെന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിസ്സ തയ്യാറാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 3/4 കപ്പ് ഇളം ചൂടുവെള്ളമാണ്, ലൂക്ക് വാം വാട്ടർ. ഇനി നമുക്ക് പിസ്സ ഡോ തയ്യാറാക്കാം. ആദ്യം 2 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് ഇളം ചൂടുവെള്ളം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 3/4 ടേബിൾ സ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലോറിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് കുറേശ്ശെയായിട്ട് ഈ ഫ്ലോറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് വരണം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ അന്തരീക്ഷ ഊഷ്മാവനുസരിച്ച് ഇത് പൊങ്ങി വരാനെടുക്കുന്ന സമയം വ്യത്യാസം വരും. നല്ല ചൂടുള്ള സ്ഥലത്താണ് നിങ്ങൾ താമസിക്കണമെങ്കിൽ 1.5-2 മണിക്കൂർ മതിയാവും. തണുപ്പുള്ള സ്ഥലത്താണെങ്കിലോ അതിനേക്കാളും കൂടുതൽ വേണ്ടി വരും, ഒരു 3-4 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഈ പിസ്സ ഡോ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്ത് വയ്ക്കാം. ഇത് അത്യാവശ്യം വാമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം പൊങ്ങി വന്നോളും. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാൻ തുടങ്ങാം. പിസ്സ സോസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 പഴുത്ത ടൊമാറ്റോ, 1/2 കപ്പ് മൊസറല്ല ചീസ്, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ, എരിവ് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തത്. മിക്സ്ഡ് ഹെർബ്സ് ആണ് ഇത് 2 ടേബിൾ സ്പൂൺ. capsicum ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഒലീവ് ഓയിൽ വേണം. ആവശ്യത്തിന് ഉപ്പ്, ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ. ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഗാർലിക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതി. പിസ്സ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 നല്ല പഴുത്ത
തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ഈ 3 തക്കാളി ഇട്ട് കൊടുക്കുക. 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മളുടെ ടൊമാറ്റോ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യണം. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ടൊമാറ്റോസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് സ്കിന്നിങ്ങനെ പോവും. അതുപോലെ എൻ്റെ എല്ലാത്തിൻ്റെയും സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം. ഇനി ഈ സ്കിൻ റിമൂവ് ചെയ്ത ടൊമാറ്റോസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കുരു വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോന്നോളൂ. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത് ഞാൻ കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം അരച്ചെടുക്കുക. ഇപ്പം നമ്മളുടെ ടൊമാറ്റോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. പിസ്സ സോസ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. 1 കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നല്ല സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക, ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറൊക്കെ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മിക്സ്ഡ് ഹെർബ്സ് ആണ്. ഇത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് ചേർക്കാം, അല്ലെങ്കിൽ ഒറിഗാനോ, ബേസിൽ ഫ്ലേക്സ്, ഇത് 2 സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് 2ഉം ചേർത്ത് കൊടുത്താലും മതി. മിക്സ്ഡ് ഹെർബ്സിൽ 2 ഉണ്ടായിരിക്കും. ഒറിഗാനോ ഉണ്ടാവും, ബേസിൽ ഫ്ലേക്സ് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ഇറ്റാലിയൻ സീസണിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇറ്റാലിയൻ സീസണിങ് എല്ലാം ചേർത്തപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഇവിടെ. ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുക്കായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കണം. ഈ മൊസറല്ല ചീസ് നന്നായി മെൽറ്റായിട്ട് മിക്സ് ആവണം. പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി പിസ്സയിലേക്കുള്ള ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സോസിലെല്ലാം ഉപ്പുണ്ടായിരിക്കും, ശ്രദ്ധിച്ച് ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യണം, അത് കാരണം കുറച്ച് ഓയിൽ മതി. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം ചിക്കൻ പീസസ് ചേർത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം.
ഈ ചിക്കൻ പീസസ് നമുക്ക് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിസ്സ ബേക്ക് ചെയ്യുന്ന സമയത്ത് ചിക്കൻ പീസസ് ഒന്നുകൂടെ കുക്കാവും. ഇതിപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ഹാഫ് കുക്ക് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിസ്സ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒലീവ്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബട്ടൺ മഷ്റൂം ഇതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പിസ്സ സോസ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ക്ലിംഗ് റാപ്പ് നമുക്ക് മാറ്റാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 10 ഇഞ്ചിൻ്റെ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പിസ്സ പാനിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഡോ ഇതുപോലെ കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. എഡ്ജസിന് കുറച്ച് തിക്നെസ് വേണം. ഇനി ഇത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് എഡ്ജസ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ടോപ്പിംഗ് ചെയ്തെടുക്കണം. ഇതിൻ്റെ എഡ്ജസിൽ കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എഡ്ജസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട, ബാക്കി ഭാഗങ്ങളിൽ. ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കണം മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കണം വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ ആദ്യം മഷ്റൂം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒലീവ്സ് വെച്ച് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണം ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓറിഗാനോ ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീഹീറ്റഡ് ഓവനിൽ കൺവെക്ഷൻ മോഡിൽ 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ യമ്മി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ.